നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാന് മേൽ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾ അതിൻ്റെ പ്രത്യാക്രമണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രതികാര നടപടികൾ എന്നുള്ള പേരിൽ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുന്നു എന്ന ഭാവത്തിൽ ചുറ്റുമുള്ള ഗൾഫ് രാജ്യങ്ങളുടെ എല്ലാം വൈദ്യുതി നിലയങ്ങളും ജലസംഭരണികളുമൊക്കെ ഇറാൻ ആക്രമിക്കുന്ന രീതിയുമെല്ലാം അതിൻ്റെ ഒരു ഉച്ചഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഏറ്റവും രൂക്ഷമായൊരു സ്ഥിതിയിലെത്തിയിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തുടരെ ബോംബ് വർഷിച്ച് ഇറാനെ തരിപ്പണമാക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാനെ ശിക്ഷിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ആണവ നിലയങ്ങൾ പോലും ഇറാനിൽ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞു. എന്താകും അതിൻ്റെ പരിണാമം എന്നുള്ളതിനെ സംബന്ധിച്ച് ലോകത്തിനൊരു ഉറപ്പുമില്ല. മൂന്നാം ലോക മഹായുദ്ധം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മധ്യപൂർവ്വേഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രക്തപങ്കിലമായിട്ടുള്ളൊരു യുദ്ധമായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതുവരെ ഈ ഒരു സംഘർഷം തുടങ്ങി ഇതുവരെ 16 അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു പുറത്തു വരുന്ന വിവരങ്ങൾ. പക്ഷേ വളരെ ചുരുക്കം ആളുകളുടെ മരണവിവരം മാത്രമേ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ കൊല്ലപ്പെട്ട 2 പേരുടെ വിവരങ്ങൾ അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതികാര നടപടി എന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാനുമേൽ രൂക്ഷമായ ആക്രമണങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഓട്ടപ്രദക്ഷിണത്തിൻ്റെ വിഷയം ഇതൊന്നുമല്ല. ഈ സംഘർഷം തുടങ്ങിയ കാലം മുതൽ മലയാളികളുടെ ഒരു പ്രതികരണമുണ്ട്. കാരണം മലയാളികളെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വിഭാഗം, ഇപ്പോൾ ഇറാനെ ഞമ്മൻ്റെ ആളാക്കി വെച്ചിരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു പ്രതികരണങ്ങൾ, അതിൽ വന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് കൗതുകകരമായിരിക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ഓട്ടപ്രദക്ഷിണം ആ ഒരു വിഷയം കയ്യിലെടുത്തത്. ഈ ഞമ്മൻ്റെ ആളായി ഇറാനെ കാണുന്നവരുടെ പ്രതികരണങ്ങൾ എല്ലാ കാലത്തും ഇങ്ങനെ ആയിരുന്നില്ല. ഈ ഒരു സംഘർഷം തുടങ്ങുന്നതിന് മുമ്പ് ഇസ്രായേൽ ഗാസയിലേക്ക് ആക്രമണങ്ങൾ നടത്തി ഹമാസിൻ്റെ നട്ടെല്ലൊടിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആണ് ഇവർക്ക് ഇറാൻ വേണ്ടപ്പെട്ട ഒരു രാജ്യമായി മാറിയത്. കാരണം ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടെടുത്ത ഇറാൻ ഭയങ്കരന്മാരാണ്, അവർ യുദ്ധത്തിനിറങ്ങിയാൽ ഇസ്രായേൽ താങ്ങില്ല എന്ന് തുടങ്ങിയ പതിവ് വാഴ്ത്തുപാട്ടുകളുണ്ടല്ലോ. ഇവർക്ക് ആരെയാണോ കൊള്ളാമെന്ന് കാലാകാലങ്ങളിൽ തോന്നുന്നത് അവരെ വാഴ്ത്തുന്ന അതേ ടെംപ്ലേറ്റ് തന്നെ എടുത്ത് ഇറാനും വേണ്ടിയിട്ട് വാഴ്ത്തുപാട്ടുകൾ ഇവരെഴുതിയുണ്ടാക്കി അല്ലെങ്കിൽ പറഞ്ഞുണ്ടാക്കി വീഡിയോകളായി ചെയ്തുണ്ടാക്കി. എല്ലാം മലയാളികളാണ് കേട്ടോ. ഈ മാമാൻ്റെ കടയിൽ മൊബൈൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ജബ്ബാറും ഫക്രുദ്ദീനും എല്ലാമാണ് ഇതിൻ്റെ പിന്നിൽ. പിന്നെ മാത്രമല്ല ഇവരുടെ എല്ലാം പിന്തുണയോടുകൂടി ഈ രാജ്യവിരുദ്ധ വീഡിയോകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭീകരവാദ രാഷ്ട്രങ്ങളുടെ വാഴ്ത്തുപാട്ടുകളുമൊക്കെയായി ഫോളോവേഴ്സിനെ സംഘടിപ്പിക്കുന്ന യൂട്യൂബേഴ്സും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സും ടിക്ടോക്കേഴ്സും എല്ലാം ഈ കൂട്ടത്തിൽപ്പെടും, ഈ വാഴ്ത്തുപാട്ടുകാരുടെ കൂട്ടത്തിൽ. ഈ ഗാസയിൽ ഹമാസിൻ്റെ നട്ടലൊടിക്കുന്ന കലാപരിപാടി ഇസ്രായേൽ തുടങ്ങുന്നതിന് മുൻപ് ഉള്ളൊരു കാലഘട്ടത്തിൽ ഇറാൻ ഇവർക്ക് വെറുക്കപ്പെട്ടവരായിരുന്നു. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഴ്ത്തുപാട്ട് പാടുന്ന മിക്കവാറും എല്ലാ ജിഹാദികളും സുന്നി വിഭാഗക്കാരാണ്. ഇറാനിൽ ഭൂരിപക്ഷം ഷിയ വിഭാഗക്കാരാണ്. ഇവർ തമ്മിൽ കണ്ടാൽ വലിയ സ്നേഹമാണ്. തലവെട്ടി കുന്തത്തിൽ കോർക്കുക എന്നുള്ളതാണ് ഇവരുടെ ചരിത്രം. മറ്റൊരാളുടെ, അതായത് മറ്റു വിഭാഗക്കാരൻ്റെ തലവെട്ടി കുന്തത്തിൽ കോർത്ത് പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഇസ്ലാമിക ചരിത്രം. ഇവർ തമ്മിൽ കണ്ടാൽ രണ്ടുപേരും പരസ്പരം യഥാർത്ഥ മുസ്ലിങ്ങളാണ് എന്ന് സമ്മതിച്ചു കൊടുക്കുന്നില്ല എന്നല്ല. ഷിയാക്കൾ സുന്നികളെ യഥാർത്ഥ മുസ്ലിമായി കാണുന്നില്ല, തിരിച്ച് സുന്നികൾക്കാണ് ലോകമാകമാനം ഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ ഇടയിൽ, ഷിയാകൾക്ക് ഇറാനിൽ ഭൂരിപക്ഷമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ മറ്റ് അറബ് രാജ്യങ്ങൾ, അതായത് സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിലെ ഞമ്മൻ്റെ ആൾക്കാർ വിഭാഗത്തിന് വളരെ പ്രിയപ്പെട്ട രാജ്യങ്ങളും ഇറാൻ അത്ര പോരാ എന്നുള്ള ഒരു നിലയിൽ നിന്നിരുന്ന രാജ്യവുമായിരുന്നു. ഇറാനിൽ സംബന്ധിച്ച് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അലിയെക്കുറിച്ചും ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദിൻ്റെ മരുമകനായ അലിയെക്കുറിച്ച് ഏതെങ്കിലും ഒരു സുന്നി വിഭാഗക്കാരൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ, അതായത് അലി നല്ല അലിയായിരുന്നു, എലി അല്ലായിരുന്നു എന്നുള്ള തരത്തിലൊരു പോസ്റ്റ് ഇട്ടാൽ ഉടനെ തന്നെ അയാൾക്ക് ഫോൺ കോളുകൾ പലയിടത്തു നിന്നും വരും. അലി എന്തിനാണ് വാഴ്ത്തുന്നത്, നീ ഷിയ വിഭാഗത്തിലേക്ക് മാറുകയാണോ? ഷിയകളുടെയും സുന്നികളുടെയും പള്ളികൾ പലയിടത്തുമുണ്ട് കേരളത്തിൽ തന്നെ. അവിടെ ഈ ബാങ്ക് വിളിക്കുന്ന സമയത്തിന് പോലും വ്യത്യാസമുണ്ട്. അത് സുന്നികളുടെ ഇടയിലും ആ ഒരു വ്യത്യാസമുണ്ട്. തന്നെയുമല്ല അവരുടെ ഈ ബാങ്ക് വിളിയുണ്ടല്ലോ, ആ ബാങ്ക് വിളിയിൽ മുഹമ്മദിനൊപ്പം അലിയെയും പ്രവാചകനായി ചേർത്തുകൊണ്ടാണ് ഷിയകളുടെ ബാങ്ക് വിളി. അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഇവരുടെ ഇടയിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഞമ്മൻ്റെ ആൾക്കാർ ടീമിന് എല്ലാ കാലത്തും ഇറാൻ ഒരു വെറുക്കപ്പെട്ട വിഭാഗമായിരുന്നു. കാരണം അവരെ ഇസ്ലാമായിട്ട് അവർ കൂട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവർ ഇറാൻ്റെ ആൾക്കാരായി നിന്ന്
ചെയ്യുന്നത് അവരുടെ സ്വന്തം ആൾക്കാരായിരുന്ന സൗദിയെയും കുവൈറ്റിനെയും ഇറാനെയും ഒക്കെ ഭീരുക്കളെന്നുള്ള രീതിയിൽ തള്ളിപ്പറയുകയാണ്. അടിസ്ഥാനപരമായിട്ട് സൗദിയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ സൽമാന് ഇസ്ലാം എന്താണെന്ന് ഇവിടെയുള്ള ജബ്ബാറിക്ക, ജബ്ബാറല്ല മറ്റൊരു ജബ്ബാറിക്ക ഉപദേശിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഫക്രുദ്ദീൻ, മാമാൻ്റെ മൊബൈൽ കടയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഫക്രുദ്ദീൻ ഉപദേശിച്ചു കൊടുക്കും മുഹമ്മദ് ബിൻ സൽമാൻ എന്താണ് ഇസ്ലാമെന്ന് നമ്മൾ പഠിപ്പിച്ചു തരാം നിങ്ങളെ എന്നുള്ള രീതിയിൽ ഉപദേശം കൊടുക്കും. അതാണ് രീതി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഞാനും നിങ്ങളുമൊക്കെ അവരെ സംബന്ധിച്ച് കാഫറുകളാണ്. പുറത്തു നിന്ന് ഈ കളി കണ്ട് രസിച്ച് നിൽക്കുന്ന നമുക്ക് പോപ്കോണുമായിട്ട് ഇത് കണ്ടാൽ മതി, നമുക്കിതിൽ റോളൊന്നുമില്ല. കാരണം ഇവന്മാർ തമ്മിൽ തല്ലി ചാവുക എന്നുള്ളത്, ഈ ഒരു വിഭാഗങ്ങൾ തമ്മിൽ തല്ലി എത്രത്തോളം ഇല്ലാതായി പോകുന്നു അത്രത്തോളം ലോകത്തിൻ്റെ സമാധാനത്തിന് അത് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ നാം പോപ്കോണുമായിട്ട് ഇതൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഈ കഥയെ നാം പിന്തുടരുമ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് നമ്മൾ ആലോചിക്കുമല്ലോ. എത്ര ഒരു തലച്ചോറില്ലാതെ കാണേണ്ട സിനിമയാണെങ്കിലും ഇടയ്ക്കിടെയൊക്കെ നാം ലോജിക്ക് ചിന്തിക്കുമല്ലോ. അപ്പോഴാണ് നാം ഈ ലോജിക്ക് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഈ ഞമ്മൻ്റെ ആൾക്കാർ ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ആണ് ഞെട്ടിക്കുന്നൊരു വിവരം നമുക്ക് മനസ്സിലായി വരുന്ന, അല്ലെങ്കിൽ നമുക്ക് വെളിവായി വരുന്നു. അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം ജൂതനോടും കാഫറുകളോടുമുള്ള വെറുപ്പ് മാത്രമാണ്. ഏതൊരു രാജ്യമാണോ അതാത് കാലത്ത് കാഫറുകളെ ഉപദ്രവിക്കുവാൻ മുന്നിട്ട് നിൽക്കുന്നത്, അവർ ഞമ്മൻ്റെ ആളാകും. ഈ കാഫറുകളെ ഉപദ്രവിക്കുന്നതിന് എതിരായിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ കാഫറുകളെ ഉപദ്രവിക്കുന്നതിന് സഹായകരമായിട്ട് പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുന്ന രാജ്യം തലേ ദിവസം വരെ എത്ര പ്രിയപ്പെട്ട അന്നം തരുന്ന അന്നമ്മ നാടായിരുന്നെങ്കിൽ പോലും അതിനെ തള്ളിപ്പറഞ്ഞ് സൗദിക്കാർ ഭീരുക്കളാണ്, കുവൈറ്റുകൾ അതാണ് ഇതാണ് അസഭ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി രാജാവിൻ്റെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ മലപ്പുറത്ത് നിന്നുള്ള ഞമ്മൻ്റെ ആൾ ടീമുകൾ കാക്കാക്കൂട്ടങ്ങൾ അവിടെ ചെന്ന് പറയുന്ന അസഭ്യം, മലയാളത്തിൽ പറയുന്ന അസഭ്യമെന്ന് കേട്ടാൽ സൗദി രാജാവിൻ്റെ പെറ്റ ഉമ്മ സഹിക്കില്ല. ആ രീതിയിലുള്ള അസഭ്യമാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇതിനിടയിൽ കുറച്ച് ധീരത കൂടിയ വിഭാഗക്കാർ UAE-യിലും സൗദിയിലുമൊക്കെ ഇരുന്ന് ഇറാനെ പ്രകീർത്തിച്ചും അനുകൂലിച്ചും പോസ്റ്റുകളിട്ട് സൗദി പോലീസും UAE പോലീസും യഥാക്രമത്തിൽ വരൂ, നമുക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാമെന്ന് ആക്ഷൻ ഹീറോ ബിജുവിൽ പറയുന്ന പോലെ വിളിച്ചു കൊണ്ടുപോയി അകത്തിട്ടിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് മോഡി പ്രിയപ്പെട്ടവനാവും. പ്രിയപ്പെട്ട മോദി ഭാരതീയനകത്ത് കിടക്കുന്നത് കണ്ടില്ലേ, ഒന്നിറക്കി തരുമോ എന്ന് ചോദിച്ചെടുത്ത ഉമ്മായി വാപ്പയും കൂടി കത്തെഴുതും. തലേ ദിവസം വരെ മകൻ ഇരുന്ന് ഇറാനെ പ്രകീർത്തിക്കുന്നത് കണ്ടിട്ട് കണ്ടോ അവൻ്റെ ഒരു ഞമ്മൻ്റെ കോമിനോടുള്ള സ്നേഹം. കാഫറുകളെ, ജൂതന്മാരെ കൊല്ലാനും അമേരിക്കയിലെ ചെകുത്താന്മാരെ കൊല്ലാനും നിൽക്കുന്ന ഇറാന് വേണ്ടിയിട്ട് അവൻ വാഴ്ത്തുപാട്ട് എഴുതുന്നുണ്ടോ, അവനാണ് ഞമ്മൻ്റെ മോൻ. പിറ്റേ ദിവസം അകത്താവുമ്പോഴത്തേക്ക് അതുവരെ ഇവർ മോനെ പ്രകീർത്തിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഇടവേളകളിൽ നരേന്ദ്രമോദിയെ അസഭ്യം പറയുക എന്നുള്ളത് ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും ഒരു പ്രകൃതമായിരിക്കും. പക്ഷേ പിറ്റേ ദിവസം മോൻ അകത്ത് പോയി കഴിയുമ്പോൾ മോദിജി ഒന്ന് രക്ഷിച്ചു തരൂ, ഭാരതീയ പൗരനല്ലേ, മോദിജി എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നൊക്കെ ചോദിച്ച് അങ്ങ് ഇറങ്ങും. അതൊരു ലോക തത്വമാണ്, ഒഴിവാക്കാൻ പറ്റാത്തൊരു അസുഖവുമാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് ഈ ഞമ്മൻ്റെ ആളുകളിലേക്കൊന്ന് വരാം. ഇന്നത്തെ നമ്മുടെ വിഷയം അവരാണല്ലോ. ഇവരുടെ ഈ ഒരു ചാഞ്ചാട്ടമുണ്ടല്ലോ, ഈ ഒരു മീമുണ്ടല്ലോ, ഒരു കുഞ്ഞിനെ എടുത്തു വെച്ചിരിക്കുന്നത്, ആ കുഞ്ഞ് അപ്പുറത്ത് നിൽക്കുന്നയാളെ കൈകാട്ടും, അവിടെ അയാൾ എടുക്കുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നയാളെ കൈകാട്ടും. ഇങ്ങനെ ചാടി കളിക്കുന്നതിൻ്റെ പിന്നിലുള്ളൊരു ഉദ്ദേശം ഞാൻ ഈ പറഞ്ഞതുപോലെ കാഫറുകളെ ആരാണോ ഉപദ്രവിക്കുവാനോ ഇല്ലാതാക്കുവാനോ മുന്നിട്ട് നിൽക്കുന്നത് അവരുടെ ഒപ്പം നിൽക്കും. അതേ മനോഭാവത്തിൻ്റെ ഒരു പ്രതിഫലനം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാം. ആരാണോ ഏറ്റവും കൂടുതൽ ഹൈന്ദവ ധ്വംസനത്തിന് അതിനോടൊപ്പം തന്നെ ക്രിസ്ത്യൻ ധ്വംസനത്തിനും മുതിരുന്നത് അവർക്കൊപ്പമായിരിക്കും സംഘടിതമായൊരു സമ്മതിദാന ബാങ്ക്, വോട്ട് ബാങ്ക്. കഴിഞ്ഞ 10 വർഷങ്ങളായി അത് പിണറായി വിജയനായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ, സ്ഥിര നിക്ഷേപം പോലെ ഒരു സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന ഒരു സമൂഹം പിണറായി വിജയന് പിന്നിൽ ഉറച്ചു നിന്നു. അതുകൊണ്ട് LDFനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകിച്ചും നേട്ടങ്ങൾ ഒരുപാടുണ്ടായി. തന്നെയുമല്ല, പിണറായി വിജയൻ്റെ കുടുംബത്തിൽ നടന്നൊരു നല്ല കാര്യം അവരെ സംബന്ധിച്ച് വളരെ സ്വീകാര്യമായൊരു മംഗളകർമ്മമായിരുന്നു. മംഗളകർമ്മമെന്ന് ഈ ജിഹാദികൾ പറയാറില്ലെങ്കിൽ പോലും അതിൻ്റെയൊക്കെ മെച്ചം പിണറായി വിജയന് 10 കൊല്ലങ്ങളുണ്ടായി. പക്ഷെ 10 കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജിഹാദികൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞത്, പിണറായി വിജയനെ കൊണ്ട് ഈ RSSനെ പോലെയുള്ള പ്രസ്ഥാനങ്ങളോട് കൂട്ടിയാൽ കൂടില്ല. എന്നാൽ ഇനി നമുക്ക് കോൺഗ്രസ്സിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. കാരണം കർണാടകയിലും ഹിമാചലിലുമൊക്കെ കോൺഗ്രസ് ഉണ്ട്. രാഹുൽ ഗാന്ധി ഇപ്പോൾ എന്തൊക്കെയോ ആരുടെയൊക്കെയോ പിന്തുണയോടുകൂടി ആഞ്ഞടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞു വെച്ചതുപോലെ ആ സ്ഥിര നിക്ഷേപം പിൻവലിച്ച് UDFൻ്റെ ബാങ്കിലിടാൻ അവർക്ക് നിമിഷ നേരം പോലും വേണ്ടി വന്നില്ല. അതിനവർ കാരണങ്ങളായി പലതും പറയും. ഇതിന് ഒരു കാരണവുമില്ല. അവരുടെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ പള്ളി കമ്മിറ്റിയോ ഏത്
ഒരു വിഭാഗമാണ്, ഏതൊരു മുതിർന്ന നേതൃനിരയാണോ തീരുമാനിക്കുന്നത് അവർ തീരുമാനിക്കും. താഴേക്കിടയിലേക്ക് ഈ വിവരങ്ങൾ കൃത്യമായി പള്ളികളിലൂടെയും മറ്റ് കൂട്ടായ്മകളിലൂടെയും എത്തിക്കപ്പെടും. കൃത്യമായിട്ട് 99.99% ആളുകളും ആ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എന്തിനാണ് ഈ തീരുമാനങ്ങൾ, അത് പറയാൻ അവനാരാണ് തുടങ്ങിയ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സാധാരണഗതിയിൽ ചോദിക്കുന്ന വിഡ്ഢിച്ചോദ്യങ്ങൾ ഞാൻ ഡബിൾ കോട്ട്സിലാണ് പറയുന്നത്, അതൊന്നും അവർ ചോദിക്കില്ല. അങ്ങനെ ഒരു കളക്റ്റീവ് മൈൻഡ് സെറ്റ്, ഹൈവ് മൈൻഡ് സെറ്റാണ്, ഒരു കൂട്ടായ്മയുടെ മനസ്സാണ് അവർക്കുള്ളത്. കൂട്ടായ്മയുടെ മനസ്സെന്നുള്ളത് ഞാൻ സകാരാത്മകമായിട്ടല്ല പറയുന്നത്, സ്വന്തമായി ചിന്തിക്കുവാനുള്ള ബുദ്ധി. മതം കാരണം കെട്ടുപോയൊരു ആ സമൂഹത്തിൻ്റെ കൂട്ടായ ചിന്താശക്തിയെ നിയന്ത്രിക്കുന്നത് പോലും മതത്തിൻ്റെ ചരടുകളും മതത്തിൻ്റെ ആശയങ്ങളും മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളുമാണ്. അത് അപകടകരമായൊരു അവസ്ഥയാണ്, നകാരാത്മകമായിട്ടുള്ളൊരവസ്ഥയാണ്, നെഗറ്റീവ് മൈൻഡ് സെറ്റാണ്, നെഗറ്റീവ് കളക്റ്റീവ് മൈൻഡ് സെറ്റാണ് അവർക്കുള്ളത് എന്ന് പറയാതെ വയ്യ. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ലോകത്ത് എല്ലാ കാര്യങ്ങൾക്കും ഇവർ ഉപയോഗിക്കുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അതുതന്നെയാണ് ഇറാൻ്റെ കാര്യത്തിലും നാം കാണുന്നത്. ഇസ്രായേൽ ഗാസയിൽ ഹമാസിൻ്റെ അവസാനം കാണുന്ന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുന്നത് വരെ ഇറാൻ ഇവർക്ക് വെറുക്കപ്പെട്ടവരായിരുന്നു. ഷിയാകൾ അത്ര ശരിയല്ല, അവർ വൃത്തിയില്ലാത്തവന്മാരാണ്, അവർക്കൊരു ബോധവും വെളിവുമില്ലാത്തവന്മാരാണ്, അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ സ്ഥിരമായി കേൾക്കുമായിരുന്നു. ഇപ്പോഴുള്ള ആക്രമണത്തിൻ്റെ സമയത്ത് സൗദിയും കുവൈറ്റും UAEയും എല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ നിശബ്ദരായിരുന്നു കൊണ്ടുള്ള പിന്തുണ അറിയിക്കുകയോ ചെയ്തതോടുകൂടി അവർ ആ ഗൾഫ് രാജ്യങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വരെ ഈ വെറുക്കപ്പെട്ടവരാകുന്ന നിമിഷം വരെ ദുബായിലെയും സൗദിയെയും മിലാഫ് കോളയെ കുറ്റം പറഞ്ഞാൽ പോലും ഇവരുടെയൊക്കെ രക്തം തിളയ്ക്കുമായിരുന്നു. ആരെങ്കിലും മിലാഫ് കോള കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇവരുടെയൊക്കെ രക്തം തിളയ്ക്കുമായിരുന്നു. സൗദിയിലെ മിലാഫ് കോളയെ പറയാൻ നീ ആരടാ ദജ്ജാലെ എന്ന് ചോദിച്ച് പടക്കിറങ്ങുമായിരുന്നു ഇവർ. അങ്ങനെയുള്ള ഇവരാണെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഉമ്മയുടെ ഉമ്മയൊക്കെ അദ്ദേഹത്തിൻ്റെ പേജിൽ പോയി മലയാളത്തിൽ സ്മരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, ആ ഒരു സെസമിക് ഷിഫ്റ്റ് എന്ന് പറയും, ഒരു ഈ വല്ലാത്തൊരു മാറ്റം, ഭൂഖണ്ഡങ്ങളിൽ തന്നെ മാറ്റം വരുത്തുന്ന ഈ പാളികളുടെ ചലനമുണ്ടല്ലോ, അതുപോലുള്ളൊരു സെസ്മിക് ഷിഫ്റ്റ് ആണ് ഇവരുടെ കാര്യത്തിലുണ്ടാകുക ഈ മതത്തിൻ്റെ കാര്യം വരുമ്പോൾ. അപ്പോൾ ഈ ഒരു വിഷയം കയ്യിലെടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ വെറുതെ. കാരണം ഈ ഒരു മനോഭാവവുമായി ജീവിക്കുന്നവർ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ നാട്ടിലാണ്, പ്രത്യേകിച്ച് കേരളത്തിലാണ്. ഭാരതത്തിലെ മുസൽമാന്മാരുടെ ഇടയിലും അങ്ങനൊരു രീതി കാണാറുണ്ട്. പൊതുവേ ഇപ്പോൾ ലോകത്ത് തന്നെ ഈ ഒരു അനുകൂല പ്രകടനങ്ങൾ നടക്കുന്നത് ഇറാന് വേണ്ടിയാണ് എന്ന് കാണപ്പെടുന്ന എല്ലാ പ്രദേശങ്ങളിലും ഇത് തന്നെയായിരിക്കും. അതിൽ ആ പ്രകടനങ്ങൾക്കും പ്രദർശനങ്ങൾക്കും മുൻപിൽ നിൽക്കുന്ന ഈ ആളുകളുടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ പേജുകളോ ഹാൻഡിലുകളോ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അതിലേക്കൊന്ന് കണ്ണോടിക്കുക, പിന്നോക്കം പോവുക. ഇറാനെ അവർ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. മുൻപ് ഇറാനെക്കുറിച്ചുള്ള പരാമർശം പോലും ചിലപ്പോൾ അവരുടെ പേജുകളിലോ ഹാൻഡിലുകളിലോ കാണുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് വരെ പെട്ടെന്ന് ഇറാൻ പ്രിയപ്പെട്ടത് ഇറാനായതിൻ്റെ കാരണം കാഫിറുകളെ ഉപദ്രവിക്കുവാനുള്ള ഇറാൻ്റെ ഒരു ത്വര കൊണ്ടാണ്. തന്നെയുമല്ല, ഇന്ന് ലോകത്തെപ്പോഴും ഇസ്ലാമിക ശക്തിയായിട്ട് മുന്നിട്ട് നിൽക്കാൻ പറ്റിയ ഒരു രാജ്യം അവർക്ക് വേണം. കുറേ കാലം എർദോഗൻ ഇവരെല്ലാം ഞാനാണ് ആ ശക്തി, ആരാണ് അയാൾ, ഞാനാണ് അയാൾ എന്നുള്ള രീതിയിൽ പറഞ്ഞു പറ്റിച്ചിരുന്നു. എവിടെ എന്ത് പ്രശ്നമുണ്ടായാലും മ്യാൻമാറിലേക്ക് ഞാൻ യുദ്ധക്കപ്പലുകളെ അയക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഭാരതം ചോദിച്ചത്, ഡേ ഏത് മ്യാൻമാറുടെ, ഇന്ത്യൻ മഹാസമുദ്രം കടന്നു വരുന്ന മ്യാൻമാറോ, ഞങ്ങളിവിടെ കാഴ്ച കാണാനാണോ നിൽക്കുന്നത്? ചോദിച്ചാൽ ഇല്ല, അയക്കുന്നില്ല. പാകിസ്ഥാനിലേക്ക് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഈ കുറേ ഡ്രോണുകൾ പൊതിഞ്ഞു കെട്ടി രഹസ്യമായി കൊടുത്തു വിട്ടിരുന്നു തുർക്കി. അവസാനം ഭാരതം അത് കണ്ടുപിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ അയ്യോ ഞങ്ങൾ ഡ്രോണൊന്നും കൊടുത്തില്ല, ഇത് അതിനു മുമ്പേ മറ്റേ ഷാബാസ് ഷെരീഫിൻ്റെ മോളുടെ നിക്കാഹ് ഷൂട്ട് ചെയ്യാൻ കൊടുത്ത ഡ്രോണുകളല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞ് തടി തപ്പി. എന്നാലും എർദോഗൻ്റെ ഒരു വിശ്വാസ്യത ഈ ജിഹാദികളുടെ ഇടയിൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയൊരു ഞമ്മൻ്റെ നേതാവിനെ തിരഞ്ഞു നടക്കുകയായിരുന്നു അവർ. അപ്പോഴാണ് ഇറാനിൽ പ്രത്യേകിച്ചൊരു നേതാവിനെ എടുത്തു പറയാനില്ലെങ്കിലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് IRGC, അപ്പോൾ ഈ ഗാർഡ് ക്രോപ്സ് എന്ന് പറയുന്നത് അവർ ഇപ്പോൾ വികേന്ദ്രീകൃതമായൊരു സംവിധാനമായിട്ട് നിന്നാണ് പ്രതിരോധം തീർക്കുന്നത്. ആ പ്രതിരോധം തീർക്കുന്ന കാര്യത്തിൽ അവരെ സമ്മതിച്ചേ പറ്റുകയുള്ളൂ. നാട് കുട്ടിച്ചോറായി നാട്ടുകാരെല്ലാം ചത്ത് മണ്ണടിഞ്ഞാലും അവന്മാർ പ്രതിരോധം തീർത്ത് നിൽക്കും. ഈ വരുന്ന മിസൈലുകളെല്ലാം അടിച്ച് താഴെയിടുകയും അമേരിക്കൻ വിമാനങ്ങളെ വെടിവെച്ചിടുകയും ചെയ്യുന്നതല്ല അവരുടെ പ്രതിരോധം. അമേരിക്ക വന്ന് കാർപ്പറ്റ് ബോംബ് ചെയ്ത് ഒരു പ്രദേശം മുഴുവൻ മണ്ണോട് മണ്ണാക്കിയിട്ട് അല്ലെങ്കിൽ കല്ലോട് കല്ല് തകർത്തിട്ട് പോകുമ്പോൾ അവരേതെങ്കിലും
പാവപ്പെട്ട ഗൾഫ് രാജ്യങ്ങളോട് അതുവഴി പോകുന്ന ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുവൈറ്റിനെയും UAEയും ഒക്കെ ആക്രമിച്ച് അവിടുത്തെ ജലസംഭരണികളും വൈദ്യുതി നിലയങ്ങളും എല്ലാം ആക്രമിച്ച് പ്രശ്നങ്ങളുണ്ടാക്കും. അതായത് ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ ഈ മേഖല മുഴുവൻ അശാന്തമാക്കും എന്നുള്ളൊരു യുദ്ധതന്ത്രമാണ്. അതുമൊരു യുദ്ധതന്ത്രം തന്നെയാണ്. അതിൻ്റെ ശരിതെറ്റുകൾ ലോകം ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷേ എന്തായാലും ഈ യുദ്ധം ഉടനെ ഒന്നും അവസാനിക്കുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. ഇതൊരു റഷ്യ ഉക്രൈൻ യുദ്ധം പോലെ നീണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസവും ഒരു 2 ബോംബിട്ട് തുടർന്ന് പോകുന്നൊരു യുദ്ധമായിട്ടും നിൽക്കില്ല. വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇനി ഇറാന് മേലിലുണ്ടാകും. പ്രത്യേകിച്ച് ഈ ആണവ നിലയമൊക്കെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അണുവികരണം അവിടെ ഉണ്ടാകാം. അത് കാരണമുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാകാം. എന്താകും ഇതിൻ്റെ ഒരു പരിണാമം എന്നുള്ളത് ഇപ്പോൾ പ്രവചനാതീതമാണ്. പക്ഷേ എന്താകും ഈ യമൻ്റെ ആളുകളുടെ പ്രതികരണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പ്രവചിക്കാം. ഇറാൻ പൂർണ്ണമായും തകർന്ന് കീഴടങ്ങുന്നത് വരെ യമൻ്റെ ആളാണ് ഇറാൻ എന്ന് പറഞ്ഞു നിൽക്കും. ഇറാൻ എന്ന് കീഴടങ്ങി അമേരിക്കൻ സൈനികരുടെ ബൂട്ട് ആ മണ്ണിൽ പതിയുന്നു, അല്ലെങ്കിൽ ഇസ്രായേലി ചാരസംഘടനയായ മൊസാദ് അവർക്ക് വേണ്ടപ്പെട്ടയാളെ ഇറാൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നു, അന്നിവർ ഞങ്ങളിതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പച്ചിക്കുഞ്ഞിനെ രക്ഷിച്ച ചൗധരി രാജാവ് എന്ന് പറഞ്ഞ് വീണ്ടും ഇറങ്ങും. ധനുഷ് ദേവൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. അതിനു മുമ്പ് നമ്മുടെ ഒരു പ്രയോഗമായിരുന്നു പച്ചിക്കുഞ്ഞിനെ രക്ഷിച്ച ചൗധരി രാജാവ്. ചൗധരിയല്ല, ശരിക്കും ഇത് UAEയിലെ രാജാവാണ് പക്ഷിക്കുഞ്ഞിന് വേണ്ടിയിട്ട് കെട്ടിടം പണി നിർത്തിവെച്ചു എന്നുള്ളൊരു കഥനകഥ ഇവരിറക്കിയത്. അങ്ങനെയുള്ള കഥനകഥകൾ കാലാകാലങ്ങളിൽ ഇവർ ഇറക്കുമായിരുന്നു. ഇപ്പോൾ ഇവർ അസഭ്യം പറയുന്ന ദുബായിയെക്കുറിച്ചും സൗദിയെക്കുറിച്ചും അവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ചും. ഇറാൻ എന്ന് കീഴടങ്ങുന്നു അന്നിവർ വീണ്ടും യമൻ്റെ അന്നം തരുന്ന അന്നമ നാട് സൗദി, മിലാഫ് കോള എല്ലാവരും വാങ്ങൂ, കുടിക്കൂ, കുളിക്കൂ, വെളിച്ചെണ്ണയ്ക്ക് പകരം ഉപയോഗിക്കൂ എന്ന് പറഞ്ഞുള്ള പോസ്റ്റുകളുമായിട്ട് ഇവരിറങ്ങും. അവസരവാദത്തിന് ഇവരെ ആരും ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ക്ലാസ് എടുത്ത് എന്തെങ്കിലും പ്രത്യേകമായി പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവസരവാദം എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള പ്രയോജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, സംഘടിതമായിട്ട് ഒരിക്കലും ലഭിക്കാത്ത ആരൊക്കെയോ ഇവരെ പറഞ്ഞ് മയക്കി വെച്ചിരിക്കുന്ന മതത്തിൻ്റെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈവ് മൈൻഡ് സെറ്റിൽ കൂട്ടായ ചിന്താഗതിയിലൂടെയുള്ള, നകാരാത്മകമായ കൂട്ടായ ചിന്താഗതിയിലൂടെയുള്ള ഇത്തരത്തിലുള്ള മണ്ടൻ പ്രവർത്തികൾ ഇവർ ചെയ്യുന്നത്. പക്ഷേ മണ്ടൻ പ്രവർത്തികളാണെങ്കിലും ഒരു കാര്യം പ്രേക്ഷകർ ശ്രദ്ധിക്കണം, അവർ വളരെ ആത്മാർത്ഥമായിട്ടും യാതൊരുവിധ ശങ്കയും ഇല്ലാതായിരിക്കും അത് ചെയ്യുന്നത്. അവരെ ആര് മണ്ടനെന്ന് വിളിച്ചാലും പൊട്ടനെന്ന് വിളിച്ചാലും ഇതിൻ്റെ ഒരു പൊള്ളത്തരം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചാലും 1 ഇഞ്ച് ആ ശ്രമങ്ങളിൽ നിന്നവർ വ്യതിചലിക്കില്ല. അവർക്ക് തിരികെ മറുപടി പറയാനുള്ള ഉത്തരങ്ങളില്ലെങ്കിലും അതിനുള്ള വാദങ്ങൾ അവരുടെ കയ്യിലില്ലെങ്കിലും നിശബ്ദരായി അത് കേട്ടിരുന്ന് ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്ന എന്തെങ്കിലും ഒരു മറുപടി കോപ്പി പേസ്റ്റ് ചെയ്ത് ഇപ്പോൾ അവിടുന്ന് ആ സംവാദവേദിയിൽ നിന്ന് മുങ്ങുന്നവൻ പിറ്റേ ദിവസം മറ്റെവിടെയെങ്കിലും ഇതേ വാദങ്ങളുമായി വീണ്ടും പ്രത്യക്ഷപ്പെടും. ഇത്തരത്തിലൊരു റെസീലിയൻസ്, ഒരു കൺസിസ്റ്റൻസി, സ്ഥിരത ഈ മണ്ടത്തരങ്ങളുടെ കാര്യത്തിൽ അവർക്കുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് മേക്ക് ദം ഡേഞ്ചറസ്. അവരെ ഏറ്റവും അപകടകാരികളായി മാറ്റുന്നത് ഇതാണ്. കാരണം യാതൊരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്തൊരുത്തന് പ്രവർത്തനത്തിൽ ആ മണ്ടത്തരങ്ങൾ പ്രവർത്തിക്കുന്നതിലൊരു സ്ഥിരതയുണ്ട്. ആ മണ്ടത്തരങ്ങൾ ലോകത്തിന് ആപത്തായ മണ്ടത്തരങ്ങളാണെങ്കിൽ ആ സ്ഥിരത തന്നെ ലോകത്തിന് നേരിടേണ്ടി വരുന്ന ആപത്തുകളുടെ എണ്ണവും തീക്ഷ്ണതയും ക്രൂരതയും വർദ്ധിപ്പിക്കും. അതാണ് ഇവരുടെ ഒരു സ്വഭാവം. ഇവരിൽ നാം ഭയക്കേണ്ട ഒരു ഗുണാംശം, നല്ല ഗുണാംശമല്ല, കെട്ട ഗുണാംശം. ഇത്രയും പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക വിഷയമല്ല പറഞ്ഞത്. ഒരു സമൂഹത്തിൻ്റെ ചിന്താശേഷിയെ മതം എങ്ങനെ നശിപ്പിച്ച് ആ ചിന്താ രീതി തന്നെ, ചിന്തയുടെ വഴി തന്നെ മാറ്റിമറിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതിനെക്കുറിച്ചുള്ള എൻ്റെ ചില ചിതറിയ ചിന്തകളാണ് പ്രേക്ഷകരുടെ മുമ്പിൽ ഇന്ന് ഓട്ടപ്രദക്ഷിണത്തിലൂടെ അവതരിപ്പിച്ചത്. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.